എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ബുഖാറ നഗരത്തിലാണ് ഉള്ളത്. ചരിത്രപ്രസിദ്ധമായ പട്ടുപാതയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ നഗരം വ്യാപാരത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. നിരവധി പള്ളികളും മദ്രസകളും അടങ്ങിയ ബുഖാറയിലെ ചരിത്ര കേന്ദ്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ അറബികളും ഇസ്ലാം മതവും എത്തിയതോടെ ബുഖാറ ഷെരീഫ് എന്നും അറിയപ്പെട്ട ബുഖാറ ഇസ്ലാം പഠനത്തിന്റെ കേന്ദ്രസ്ഥാനമായി പരിണമിച്ചു. 10-ാം നൂറ്റാണ്ടിലെ അവസാനം വരെ നിലനിന്നിരുന്ന സമാനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ബുഖാറ. സൂര്യൻ ബുഖാറയിൽ പ്രകാശം പരത്തുന്നില്ല, മറിച്ച് ബുഖാറയാണ് സൂര്യനുമേൽ പ്രകാശം പരത്തുന്നത് എന്നാണ് ബുഖാറയെക്കുറിച്ച് പ്രശസ്തമായ ഒരു ചൊല്ല്. പേർഷ്യൻ കവിയായിരുന്ന അബുൾ ഖാസിം മൻസൂർ എന്ന ഫിർദോസിയും ഭൗതിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന അബു അലി ഇബ്നു സീനയും സമാനി കാലത്ത് ബുഖാറയിൽ ജീവിച്ചിരുന്ന പ്രമുഖരാണ്. ബുഖാറയിലെ ചരിത്ര പ്രാധാന്യമായ പോ ഐ കലോൺ സ്ക്വയറാണ് അടുത്ത ലക്ഷ്യം. ബസ്സിൽ നിന്നിറങ്ങി പരമ്പരാഗത നിർമ്മാണ രീതിയിൽ പണിത നിരവധി മദ്രസകളും കെട്ടിടങ്ങളും നിരന്നു നിൽക്കുന്ന തെരുവിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. ഈ പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും എക്സ്റ്റീരിയർ ഡിസൈൻ ഈ പൗരാണികതയ്ക്ക് ചേരുന്ന വിധത്തിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. വഴിയരികിൽ കരകൗശല വസ്തുക്കളും ഷാളുകളും തൊപ്പികളും കമ്പിളി വസ്ത്രങ്ങളുമൊക്കെ നിരത്തിവെച്ച് വഴിയോര കച്ചവടക്കാർ സലാം പറയുന്നുണ്ട്. നമസ്തേ പറഞ്ഞും ഹലോ പറഞ്ഞും ഇന്ത്യൻ സന്ദർശകരെ അവർ അഭിവാദ്യം ചെയ്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. തണുപ്പിനെതിരെയുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. ഇതൊരു വലിയ നിർമ്മിതിയാണ്. ഇതിലെ എല്ലാ കെട്ടിടങ്ങളും തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഈ മിനാരങ്ങളാണെങ്കിലും മദ്രസയാണെങ്കിലും എല്ലാം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ബുഖാറയിലെ സുപ്രധാന സാംസ്കാരിക കേന്ദ്രമായിരുന്നു പോ ഐ കലോൺ സ്ക്വയർ. റോഡിൽ നിന്ന് ചത്തുരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുഖാറയിലെ ഏറ്റവും ആകർഷണീയമായ പുരാതന നിർമ്മിതിയായ കലോൺ മിനാരം തലയൊടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് കാണാം. വലതുവശത്ത് കലോൺ മസ്ജിദും ഇടതുവശത്ത് മിർ അറബ് മദ്രസയും പുരാതന വാസ്തുശില്പകലയുടെ മാസ്മരിക സൗന്ദര്യം പ്രസരിപ്പിച്ച് പരസ്പരം അഭിമുഖമായി വിളങ്ങി നിൽക്കുന്നുണ്ട്. കലോൺ മിനാരത്തിനപ്പുറം അമീർ അലി ഖാൻ മദ്രസയും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഓൾഡ് ബുഖാറയ്ക്കാണ്. ബുഖാറ പുരാതന ബുഖാറ സിറ്റിയാണ്. ഇത് വലിയൊരു മിനാർ ആണ്. മിനാരത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ എങ്ങോട്ട് നോക്കിയാലും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. നല്ല എക്കോ ഉണ്ട് ഇതിനകത്ത്.
അതെ അതെ. അതിൻ്റെ ഉള്ളിൽ മിനാരങ്ങളുണ്ട്, മസ്ജിദുകളുണ്ട്, മദ്രസകളുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുണ്ട് നിറയെ. ബുഖാറയിലെ തെരുവുകളിലൂടെയുള്ള നടത്താണ്. നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മിക്കവാറും കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഇപ്പം കച്ചവടങ്ങളാണ്, പലതരത്തിലുള്ള കച്ചവടങ്ങളാണുള്ളത്. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും ഷാളുകളും സ്വെറ്ററുകളും തൊപ്പികളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. പക്ഷെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു എങ്ങോട്ടാന്നുള്ള ചോദിക്കാൻ പോലും ഇംഗ്ലീഷ് അറിയുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. നമ്മളെന്താ വെച്ചാൽ ചെങ്കിസ് ഖാൻ ഇവിടെ ആക്രമിച്ചു. അപ്പോൾ ചെങ്കിസ് ഖാൻ ആക്രമിച്ചിട്ട് ചെങ്കിസ് ഖാൻ ഈ കോട്ട കീഴടക്കാൻ പറ്റില്ല. അപ്പോൾ ചെങ്കിസ് ഖാൻ 1.5 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് അവസാനം ഒരു പ്രപ്പോസൽ വെച്ചു. അതിനകത്തുള്ള ആളുകളോട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അധികാരവും സൗകര്യങ്ങളൊക്കെ തരാം. അങ്ങനെ കുറച്ച് ആളുകളെ പുള്ളി കൂറ് മാറ്റിച്ചിട്ട് മൂപ്പര് കോട്ട കീഴടക്കിയതിന് ശേഷം ചെങ്കിസ് ഖാൻ ആദ്യം ചെയ്തത് ഈ ആളുകൾ മുഴുവൻ ആദ്യം കൊല്ലാൻ ഉത്തരവാക്കി. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളല്ലേ പിന്നെ ഞങ്ങൾക്ക് അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, നിങ്ങളെ ഇത്രയും കാലം നോക്കിയ രാജാവിനെ വിശ്വസിക്കാത്ത നിങ്ങളെ ഇന്നലെ വന്ന് ഞാനെങ്ങനെ വിശ്വസിക്കാം? അപ്പോൾ നിങ്ങളാണ് ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൊന്നു. എന്നിട്ട് ചെങ്കിസ് ഖാൻ നടന്ന് പള്ളിയുടെ മിനാരത്ത് പിന്നെ മെഹ്റാബ്, അതായത് നമ്മുടെ പൾപ്പിറ്റ് എന്ന് പറയുമല്ലോ, പിന്നെ ക്ഷേത്രത്തിൻ്റെയൊക്കെയാണ് ശ്രീകോവിൽ, അതിൽ കയറി നിന്നിട്ട് അദ്ദേഹം
അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളുടെ ദൈവം അയച്ച ശിക്ഷയാകുന്നു ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളുടെ ദൈവം പറഞ്ഞയച്ച ശിക്ഷയാകുന്നു ഞാൻ. അതിന്റെ മിനാരാണ് അതല്ലേ? അല്ല, ഈ മിനാരം മാത്രമാണ് അദ്ദേഹം പൊളിക്കാതിരുന്നത്. അതിന്റെ എന്തോ ഒരു കാരണം കൊണ്ട് ചെങ്കിസ് ഖാൻ അത് പൊളിച്ചില്ല. ബാക്കി ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. ഈ പാർക്കിൽ ഒട്ടേറെ വിവാഹ ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ വധൂവരന്മാർ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെങ്ങനെ കൂടാതിരിക്കുന്നത്? ഞങ്ങളെല്ലാവരും തന്നെ അവരുടെ കൂടെ പോയി നിന്ന് വധൂവരന്മാർക്ക് ആശംസയൊക്കെ നേർന്നുകൊണ്ട് അവരുടെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ എല്ലായിടത്തും കണ്ടൊരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള ഈ മോണിമെൻറ്റ്സിൻ്റെ സ്ഥലത്താണെങ്കിലും പാർക്കുകളിലാണെങ്കിലും തന്നെ പ്രീ വെഡ് പോസ്റ്റ് വെഡ് ഷൂട്ടുകളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല വിഷ്വൽ റിച്ച്നെസ് ആണ് ഇത്തരം പ്രദേശങ്ങളിലുള്ളത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ഈ വിവാഹ ഷൂട്ടിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട്, അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് നസറുദ്ദീൻ ഹോജയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ, ഇത് നസറുദ്ദീൻ ഹോജയുടെ പ്രതിമയാണ്. ഈ നസറുദ്ദീൻ ഹോജയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, മുല്ല നസർ. ഈ നസറുദ്ദീൻ ഹോജയും അദ്ദേഹത്തിൻ്റെ കഴുതയും വളരെയധികം പ്രസിദ്ധമാണ്. ഒട്ടേറെ ബാലകഥകളിലൂടെയൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്. തിമൂർ അനറ്റോളിയെ പിടിച്ചടക്കിയ യുദ്ധവും പ്രക്ഷുബ്ധാവസ്ഥയും നിലനിന്നിരുന്ന കാലത്തായിരുന്നു നസറുദ്ദീൻ ഹോജ ജീവിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കഥകൾ പക്ഷേ രക്തത്തെക്കുറിച്ചോ മഹത്വത്തെക്കുറിച്ചോ ഒന്നുമായിരുന്നില്ല. അധികാരത്തിൻ്റെ കാറ്റൊഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയായിരുന്നു അവ. തിമൂറിനോടൊപ്പം തന്നെ തിമൂറിൻ്റെ അധികാരക്കൊതിയെ അദ്ദേഹം നേരിട്ട് തന്നെ പലതവണ വിമർശിച്ചതായി നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രതിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഈ പ്രതിമയിൽ കഴുതപ്പുറത്ത് കയറ്റിയിരുന്ന് കുട്ടികളെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവുമെന്നും അവർ സരസന്മാരായും വിവേകമതികളുമായി തീരും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം ഇവിടെയൊക്കെക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നസറുദ്ദീൻ ഹോജയോടൊപ്പം കഴുതപ്പുറത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വളരെയധികം തിരക്കാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വളരെയധികം തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബുഖാറയിലെ മന്ദിരങ്ങളും മിനാരങ്ങളും ഹോജയുമൊക്കെ കണ്ടതിന് ശേഷം കോട്ടയുമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് ബുഖാറയിലാണ് താമസിക്കുന്നത്. താമസിക്കുന്ന റൂമിലേക്ക് ഞങ്ങൾ എത്തി. വളരെ പുരാതനമായ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ ഞങ്ങളുടെ താമസം ബുഖാറയിൽ. ബുഖാരയിലെ കറക്കെല്ലാം കറങ്ങി ഫോർട്ടും എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ ബുഖാരയിൽ തന്നെയുള്ളൊരു ഹോട്ടലിലേക്ക് വന്നു. റൂം ചെക്ക് ഇൻ ചെയ്തു. ഇതൊരു എത്തനിക് സ്റ്റൈലിലുള്ളൊരു ഹോട്ടലാണ്. വളരെ പുരാതനമായ രീതിയിൽ പക്ഷേ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോട്ടലാണ്. ചുമരുകളിലൊക്കെ തന്നെ ചിത്രങ്ങളൊക്കെ വരച്ച് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച ഒരു ഹോട്ടലാണ്. നല്ല സൗകര്യമുണ്ട്. ഡബിൾ ബെഡ് റൂമാണ്. ഹീറ്റർ അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം അടക്കമുള്ള ഹോട്ടൽ റൂമാണ്. ബാത്ടബൊക്കെ ഉണ്ട്. ബൊട്ടിക് ഹോട്ടൽ ആണ്. അങ്ങനെ ബുഖാറ ടൗണിലാണുള്ളത്. ബുഖാറ ടൗണിൽ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ട് സലോൺ നമസ്തേ ഓതൻറ്റിക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. നല്ല പാകിസ്ഥാനികളാണ് നടത്തുന്നത്, തൊഴിലാളികളൊക്കെ. എന്നാലും നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ്, ചപ്പാത്തി, വെജിറ്റബിൾ കറിയൊക്കെ കിട്ടി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാം. ബുഖാറ തന്നെ സലാം നമസ്തേ എന്ന് പറയുന്ന ഓതൻറ്റിക് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്.
ഇവിടെ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ ഏതെങ്കിലും പെഡസ്ട്രിയൻ ക്രോസിൽ കാല് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലൊന്നുമല്ല, എല്ലാ വണ്ടികളും നിർത്തി കൊടുക്കും, എന്നിട്ട് പോകാറുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആലോചിച്ച് നിന്നുപോയി. ബാക്കി കാഴ്ചകൾ നാളെ.